സ്റ്റീവൻ സ്പിൽബർഗ് സ്രാവുകളെ വെച്ചിട്ട് ഒരു സിനിമ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനെ വെല്ലുന്ന രീതിയിലുള്ള ഒരു സിനിമ ഇന്നേ വരെ ഞാൻ സ്രാവ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള മോൺസ്റ്റർ സിനിമകളിൽ ഞാൻ കണ്ടിട്ടില്ല. ഈ സിനിമ അണ്ടർ പാരീസ് എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ ഏകദേശം ഒരു ആവറേജ് അനുഭവമാണ് എനിക്ക് തന്നത്. അതിൻ്റെ കാരണം കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാം. അണ്ടർ പാരീസ് നഗരത്തിന് ചുറ്റും ഒരു നദി ഒഴുകുന്നുണ്ട്. അവിടേക്ക് ഒരുപാട് സ്രാവുകൾ എത്തുന്നതായിട്ടാണ് ഈ ഒരു സിനിമയുടെ ഒരു കോൺസെപ്റ്റ്, ഒരു തീം എന്ന് പറയുന്നത്. നമ്മുടെ നായിക ഒരു സ്രാവുകളെ കുറിച്ചിട്ടൊക്കെ ഗവേഷണം നടത്തുന്ന ഒരു ടീമുമായിട്ട് പസഫിക് സമുദ്രത്തിൽ ഇങ്ങനെ സ്വിം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നായിക ബോട്ടിലാണ്, മറ്റ് അവളുടെ കൂട്ടുകാരെല്ലാവരും കൂടെ സ്വിം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് GPS ഒക്കെ ഘടിപ്പിച്ച ഒരുപാട് എക്സ്റ്റിങ്ക്റ്റ് ആയി പോകാൻ വേണ്ടി നിൽക്കുന്ന കുറേ സ്രാവുകളുണ്ട്. അപ്പോൾ അവരെല്ലാവരും ഈ സ്രാവുകളൊക്കെ നിരീക്ഷിക്കുക, അവരുടെ എണ്ണ എടുക്കുക, ഇതൊക്കെയാണ് ഇവരുടെ പരിപാടി. ലിലിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്രാവുണ്ട്. അപ്പോൾ ആ സ്രാവിനെ ഇവരെപ്പോഴും കെയർ ചെയ്തുകൊണ്ട് കൊണ്ട് നടക്കുന്ന ഒരു സ്രാവാണ്. ഈ ഒരു സമയത്ത് ഇവരിങ്ങനെ പര്യവേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഷാർക്ക് അറ്റാക്ക് അവിടെ ഉണ്ടാകുന്നു. ഈ കൂട്ടുകാരൊക്കെ, നമ്മുടെ നായികയുടെ കൂട്ടുകാരെല്ലാവരും കൊല്ലപ്പെടുന്നു. അപ്പോൾ അവർ കണ്ടുപിടിച്ചൊരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, ഈ ഒരു സ്രാവ് ഉണ്ടല്ലോ, ഈ സ്രാവ് കഴിഞ്ഞ ഒരാഴ്ച മുന്നേ 2 മീറ്റർ ഉണ്ടായിരുന്ന സ്രാവ് വളരെ പെട്ടെന്ന് തന്നെ വലുതായി ഒരു 7 മീറ്ററോളം ലെങ്ത് വെച്ചു എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് എന്തോ ഒരു അപാകത മനസ്സിൽ തോന്നി. നായിക ഈ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ ഒരു കാര്യങ്ങളൊന്നും ഉണ്ടായില്ല, ഒരു നടപടിയൊന്നും ഉണ്ടായില്ല. വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ പാരീസ് നഗരത്തിൽ ട്രയാത്ലോൺ നടക്കുകയാണ്. ട്രയാത്ലോൺ എന്ന് പറഞ്ഞാൽ ആദ്യം സ്വിം ചെയ്യും, പിന്നെ ഓട്ടം ആയിരിക്കും, പിന്നെ ഹൈ ജമ്പ്, അങ്ങനെയുള്ള പറഞ്ഞിട്ടുള്ള ഒരു 3 കായിക വിനോദങ്ങൾ ഒരുമിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. ഒരു മത്സരമാണ്, ഒരു ടൂർണമെൻ്റാണ് ട്രയാത്ലോൺ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ആദ്യം ഉള്ളത് ഈ പാരീസ് ഈഫൽ ടവറിന് ചുറ്റുമുള്ള ഒരു നദിയുണ്ട്. ആ നദീൻ്റെ ഉള്ളിൽ സ്വിം ചെയ്യുക, ആളുകൾ സ്വിം ചെയ്ത് പോകുക എന്നുള്ളതാണ്. അപ്പോൾ ലിലിത്ത് എന്ന് പറഞ്ഞ ഈ ഒരു സ്രാവ് ഈ ഒരു നദിയിലേക്ക് കടന്നതായിട്ട് നമ്മുടെ നായികയ്ക്കും നായികയുടെ മറ്റ് സഹപ്രവർത്തകർക്കും ഒക്കെ മെസ്സേജ് കിട്ടുകയാണ്. അപ്പോൾ ലിലിത്തിനെ കുറിച്ചിട്ട് നന്നായിട്ട് അറിയാവുന്ന നമ്മുടെ നായിക ലിലിത്തിനെ തിരിച്ച് അതിൻ്റെ മറ്റ് സ്ഥലങ്ങളിലേക്ക്, ഓഷ്യനിലേക്ക് തന്നെ വിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതും. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ശുദ്ധജലത്തിലല്ല സ്രാവുകൾ ജീവിക്കുക. അപ്പോൾ ഈ സ്രാവുകൾക്ക് ജനറ്റിക്കലി എന്തോ ഒരു പ്രശ്നം സംഭവിച്ചിട്ടാണ് ഉപ്പ് വെള്ളത്തിൽ നിന്നും ഈ സ്രാവുകൾ ശുദ്ധജലത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും ശരിക്കും ലിലിത്ത് എന്ന് പറയുന്ന ഒറ്റ ഒരു സ്രാവിനെ മാത്രം ഇവർ നേരിട്ടാൽ മതിയോ? മറ്റ് സ്രാവുകളും കൂടെ ഉണ്ടോ? ആരാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളതൊക്കെ അവർ കണ്ടുപിടിക്കുന്നതും ഈ സ്രാവിനെ മെരുക്കി, അല്ലെങ്കിൽ എങ്ങനെ ഈ ഒരു വലിയൊരു അറ്റാക്കിൽ നിന്ന്, ഈ ഒരു ട്രയാത്ലോൺ നടക്കുന്ന സമയത്ത് സ്രാവുകളെല്ലാവരും കൂടെ അറ്റാക്ക് ചെയ്യുന്നുള്ള കാര്യം ഇവർക്ക് ഉറപ്പാണ്. അപ്പം അതിൽ നിന്നും എങ്ങനെ തടയാമെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ നായികയും നായികയുടെ കൂട്ടുകാരും ഒക്കെ ശ്രമിക്കുന്നതാണ് പിന്നീട് സിനിമയിലുള്ളത്. സിനിമയിൽ ഇതൊക്കെയാണ് കഥയെങ്കിലും അണ്ടർ പാരീസ് ഈ സിനിമയുടെ ഒരു എൻഡിങ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒരു കൺക്ലൂഷൻ ഇല്ലാത്ത രീതിയിലുള്ള ഒരു എൻഡിങ് ആണ് സിനിമയ്ക്കുള്ളത്. പിന്നെ സ്രാവുകൾ വന്ന് അറ്റാക്ക് ചെയ്യുന്നു. സ്രാവുകൾ വന്നിട്ട് എന്താ പറയുക, നമ്മുടെ ജോസ് സീരീസിലൊക്കെ ഉള്ളതുപോലെ തന്നെ വലിയ സ്രാവൊന്നുമല്ല, നോർമൽ സ്രാവുകൾ തന്നെ, അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. പക്ഷെ വലിയൊരു സ്രാവുകളൊക്കെ കാണുന്ന പോലെ എഗ് എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ ഉണ്ടല്ലോ, അപ്പം അത്രത്തും വലിയൊരു സ്രാവുകളൊന്നും അല്ല ഈ സിനിമയിലുള്ളത്. ചെറിയ സ്രാവുകൾ തന്നെ അത് അറ്റാക്ക് ചെയ്യുന്ന രീതി, അതൊന്നും ഒരു വിഷ്വലി അത് എടുത്ത് കാണിച്ചില്ല എന്നുള്ളൊരു പരാതി മാത്രമേ എനിക്കുള്ളൂ. അതാണ് എനിക്കൊരു ആവറേജ് എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നിയത്. സ്രാവിൻ്റെ സിനിമ കാണുന്ന സമയത്ത് സ്രാവിന് ഒരുപാട് കാണിക്കുക, സ്രാവ് കടിച്ചു വലിക്കുന്നതും അതിനെ അറ്റാക്ക് ചെയ്യുന്നതും അതിനെ നേരിടുന്നതും ഒക്കെ കൂടുതലായിട്ട് കാണിച്ചിരുന്നെങ്കിൽ കഥയ്ക്ക് മറ്റ് നോർമൽ സീനുകൾക്ക് മാത്രം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഈ ഒരു സിനിമ മേക്ക് ചെയ്തത്. എന്നാലും VFX കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്ലൈമാക്സിലേക്കൊക്കെ ഒരുപാട് നല്ല VFX CGI ഒക്കെ വരുന്നുണ്ട്. പക്ഷേ എനിക്ക് വലിയ അറ്റാക്കിങ് കാര്യങ്ങളൊന്നും എനിക്ക് എടുത്ത് കാണാൻ പറ്റിയില്ല. അണ്ടർ വാട്ടർ സീനുകളൊക്കെ വളരെ ശോകമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ കഥയും വലിയൊരു ബലമില്ലാത്തൊരു കഥയാണ്. അപ്പോൾ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന സിനിമയൊന്നുമല്ല. ടൈമുള്ളപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഈ ഒരു സിനിമ കണ്ടു നോക്കുക. അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്കും ഇതേ ഒരു അഭിപ്രായം തന്നെ ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയായിട്ട് വരാം. ബൈ.